നമസ്കാരം. ആഗോള അയ്യപ്പ സംഗമത്തിന് മുൻപ് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകൾ സർക്കാർ പിൻവലിക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ശബരിമല ആചാര സംരക്ഷണത്തിനായി നടത്തിയ പ്രക്ഷോഭങ്ങളുടെ കേസുകൾ പിൻവലിക്കണമെന്നാണ് പന്തളം കൊട്ടാരം ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകൾ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യം. ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ചേർന്ന് 20-നാണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. ഇതിന് ബദലായി ശബരിമല കർമ്മസമിതി 22-ന് പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം നടത്തുന്നതിനാൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകളും ആചാരങ്ങളും ചർച്ചയാക്കേണ്ടതില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ കേസിലെ സത്യവാങ്മൂലം പുതുക്കി നൽകുമെന്നുള്ള ദേവസ്വം ബോർഡിന്റെ പ്രഖ്യാപനത്തിൽ സർക്കാരിന് അതൃപ്തിയുണ്ട്. അതിനാൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ ശബരിമല ആചാരങ്ങളോ സുപ്രീം കോടതിയിലെ കേസോ ചർച്ച ചെയ്യേണ്ടതില്ലെന്നാണ് സർക്കാർ നിലപാട്. സംഗമത്തിന്റെ പ്രാധാന്യം വിവരിച്ച് പ്രധാന വേദിയിൽ വിഷയാവതരണം നടക്കും. അതിനുശേഷമാണ് പാനൽ ചർച്ചകൾ. പമ്പയിൽ പന്തൽ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 1.85 കോടി രൂപ ചെലവിൽ 3 പ്രധാന കേന്ദ്രങ്ങളിലാണ് പന്തൽ നിർമ്മാണം നടക്കുന്നത്. പമ്പ മണപ്പുറത്തെ പ്രധാന പന്തലിന്റെ മേൽക്കൂരയുടെ പണികൾ തീരാറായി. ഇനി തറയുടെയും വശങ്ങളുടെയും പണികളാണ് ബാക്കിയുള്ളത്. അതിനു പുറമെ സ്റ്റേജ്, മൈക്ക് തുടങ്ങിയവയുടെ പണികളും നടക്കുന്നുണ്ട്. പൂർണ്ണമായി ശീതീകരിച്ച വിധത്തിലാണ് പ്രധാന പന്തൽ ഒരുക്കിയിരിക്കുന്നത്. അതിന് ഏകദേശം 38,500 ചതുരശ്ര അടി വിസ്തീർണവുമുണ്ട്. ഇതിൽ 3000 പേർക്ക് ഇരിക്കാനാകും. ഗ്രീൻ റൂം, മീഡിയ റൂം, VIP ലോഞ്ച് എന്നിവയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ആണ് ക്രമീകരണങ്ങളുടെ ചുമതല. ഇതിന്റെ പ്രധാന പണികൾ പൂർത്തിയാക്കി നാളെ സമർപ്പിക്കാനാണ് തീരുമാനം. കുണ്ടും കുഴിയും നിറഞ്ഞ ചാലക്കയം പമ്പ റോഡിന്റെ പണികൾ തീർന്നു. പമ്പ മണപ്പുറത്തെ ശുചിമുറികളുടെ അറ്റകുറ്റപ്പണികളും പെയിന്റിംഗ് ജോലികളും എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ത്രിവേണി നടപ്പന്തലിന്റെ അറ്റകുറ്റപ്പണികളും പുരോഗമിക്കുന്നുണ്ട്. സുപ്രീം കോടതിയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കില്ലെന്ന സർക്കാർ തീരുമാനം ഭക്ത സംഘടനകളെയും ദേവസ്വം ബോർഡിനെയും ഒരുപോലെ അസ്വസ്ഥമാക്കുന്നുണ്ട്. സർക്കാർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നത് വ്യക്തമാണ്. പക്ഷെ അത് സംഗമത്തിന്റെ ലക്ഷ്യമായ ശബരിമല മാസ്റ്റർ പ്ലാൻ ചർച്ചകളെ വഴിതിരിച്ച് വിടുമോ എന്ന ആശങ്കയും ഉയരുന്നു. സർക്കാരിന്റെ ഈ നിലപാട് ഹൈന്ദവ സംഘടനകളുമായുള്ള തുറന്ന ഏറ്റുമുട്ടലിന് വഴിവെക്കുമോ എന്നും ഒരു വിഭാഗം സംശയിക്കുന്നുണ്ട്. അതേസമയം പന്തളം കൊട്ടാരവും വിവിധ ഹിന്ദു സംഘടനകളും സർക്കാരിന്റെ നീക്കങ്ങളെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. ശബരിമല കർമ്മസമിതി പന്തളത്ത് സമാന്തരമായ ഒരു സംഗമം നടത്താൻ ഒരുങ്ങുന്നത് ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഇത് സർക്കാരിനെതിരെ ജനവികാരം ഉയർത്താനുള്ള ഒരു നീക്കമായി പലരും കാണുന്നുണ്ട്. അയ്യപ്പ ഭക്തരുടെ വിശ്വാസവും സർക്കാരിന്റെ നിയമപരമായ നിലപാടുകളും തമ്മിലുള്ള ഈ പോരാട്ടം കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും. പമ്പയിലെ സംഗമം ഒരു തർക്ക വിഷയമായി മാറുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് ഉറ്റുനോക്കുകയാണ് കേരളം. ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ തർക്കം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ പുതിയ തന്ത്രങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കണക്കുകൂട്ടുന്നു. കോൺഗ്രസ് പോലുള്ള മറ്റു പ്രതിപക്ഷ കക്ഷികൾക്ക് ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു നിലപാടെടുക്കാൻ കഴിയാതെ വരുന്നതും കാണാം. ഈ സാഹചര്യത്തിൽ വിശ്വാസികൾക്കിടയിൽ വർദ്ധിക്കുന്ന അതൃപ്തി വരും തെരഞ്ഞെടുപ്പുകളിലെ ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി മാറാൻ സാധ്യതയുണ്ട്. മറുവശത്ത് ശബരിമല കർമ്മസമിതി പന്തളത്ത് സമാന്തരമായി ഒരു സംഗമം നടത്താൻ ഒരുങ്ങുന്നത് ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കി തീർക്കുകയാണ്. സർക്കാരിന്റെ നീക്കങ്ങളെ എതിർത്ത് വിശ്വാസ സംരക്ഷകർ എന്ന നിലയിൽ ഭക്തജനങ്ങളെ ഏകീകരിക്കാനുള്ള ഒരു ശ്രമമായി പലരും ഇതിനെ കാണുന്നു. ഈ സംഘർഷം ഭക്തരുടെ ഇടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലർ സർക്കാരിന്റെ നടപടികളെ സ്വാഗതം ചെയ്യുമ്പോൾ മറ്റു ചിലർ അതിനെ വിശ്വാസത്തിന് നേരെയുള്ള കടന്നുകയറ്റമായി കാണുന്നു. ഈ ഭിന്നത വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രകടമാകും. ശബരിമല കർമ്മസമിതിയുടെ സമാന്തര സംഗമം ഈ ഭിന്നതയെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു. അയ്യപ്പ ഭക്തരുടെ വിശ്വാസവും സർക്കാരിന്റെ നിയമപരമായ നിലപാടുകളും തമ്മിലുള്ള ഈ പോരാട്ടം കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും. ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ തർക്കം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ പുതിയ തന്ത്രങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് ചിന്തിക്കുന്നവരും കുറവല്ല. സർക്കാർ, ദേവസ്വം ബോർഡ്, വിവിധ ഹിന്ദു സംഘടനകൾ, പ്രതിപക്ഷം എന്നിങ്ങനെ വിവിധ ശക്തികൾ ഈ രാഷ്ട്രീയ നാടകത്തിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാസ്റ്റർ പ്ലാൻ ചർച്ചകൾക്കപ്പുറം ഈ സംഗമം യഥാർത്ഥത്തിൽ ശക്തി പ്രകടനത്തിന്റെ വേദിയായി മാറുന്നു. അത് ശബരിമലയുടെ ഭാവിക്ക് വേണ്ടിയുള്ള ചർച്ചകളെക്കാൾ കേരളത്തിലെ രാഷ്ട്രീയ ഭാവിയുടെ നിർണയത്തിനായിരിക്കാം വഴി തുറക്കുക. പമ്പയിലെ ഈ ചെറിയ സംഗമം വരും കാലങ്ങളിൽ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ ഒരു അധ്യായമായി മാറാം. ഈ സംഗമം ശബരിമലയിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് ഒരു പരിഹാരമാകുന്നതിന് പകരം പുതിയ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് വഴി തുറക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. ന്യൂസ് ഡെസ്ക് ഇന്നടും മലയാളം.